ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് എന്റെ കുറച്ച് ഡ്രോയിങ്സ് ആണ്. ഇപ്പോഴത്തെ ഡ്രോയിങ്സ് ഒന്നല്ല, ഞാൻ പണ്ട് വരച്ചിട്ടുള്ള ഡ്രോയിങ്സ് ആണ് കാണാൻ പോണത്. അപ്പോൾ കമോൺ, നമുക്ക് തുടങ്ങിയാലോ. ഞാൻ വരച്ചിട്ടുള്ള എല്ലാ ഡ്രോയിങ്സും ഞാൻ ഈ ഒരു ഫയലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ മൈ ഡ്രോയിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറുപ്പത്തിൽ എഴുതിയതാണ്, ഒരു 9th പഠിക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണാൻ പോണത് ഈ ഒരു ക്ലോത്ത് പെയിന്റിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ക്ലോത്ത് പെയിന്റിംഗ് ഒന്നും ചെയ്യാറൊന്നുമില്ല. എന്റെ ലൈഫിൽ ആദ്യമായിട്ടും അവസാനമായിട്ട് ചെയ്തിട്ടുള്ള പെയിന്റിംഗ് ആണ് ഇത്. +2 ഒക്കെ പഠിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ആവേശത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരച്ചതാണ് ഈ ഒരു സംഭവം. ഇപ്പൊ ഒരു ചാനലൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് കുറച്ച് ഡ്രോയിങ്സും പെയിന്റിംഗ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ വഴിയെ നമുക്ക് ചെയ്യാം. ഇനി അടുത്ത ഡ്രോയിങ്സിനെ പറ്റി പറയാന്ന് വെച്ചാൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ആണ് ഇതൊക്കെ. ഈ ഒരു ഡ്രോയിങ്സിനൊക്കെ മണ്ടാല ആർട്ട് എന്നാണ് പറയാ. കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഈ ഒരു ഡ്രോയിങ്സ് ഒക്കെ വന്നിട്ട് ഞാൻ 2020 ആ ഒരു സമയത്ത് വെക്കേഷനിലൊക്കെ വരച്ച സംഭവമാണ് ഇതൊക്കെ. ആ ഒരു സമയം എന്നൊക്കെ പറയുമ്പോൾ എന്റെ 9th വെക്കേഷൻ സമയമായിരുന്നു. അപ്പൊ എന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഓരോ ദിവസം ഓരോ മണ്ടാല ആർട്ട് ട്രൈ ചെയ്യലായിരുന്നു എന്റെ മെയിൻ പണി. സത്യം പറഞ്ഞ ഈ ഒരു മണ്ടാല ആർട്ടൊക്കെ ഭയങ്കര സിമ്പിൾ ആണ് ചെയ്തെടുക്കാനായിട്ട്. ആകെ വേണ്ടത് ഒരു ബ്ലാക്ക് കളർ പെണ്ണ് മാത്രമാണ്. പിന്നെ കുറച്ച് ക്ഷമയുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ഡ്രോയിങ്സ് ഒക്കെ വരച്ചു പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ ബിഗിനേഴ്സിനെ പറ്റിയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ചെയ്യാം. ഞാൻ വരച്ചിട്ടുള്ള മണ്ടാല ആർട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ എനിക്കും ഇടയ്ക്ക് കമന്റ്സ് ഒക്കെ എടുത്ത് വായിക്കാലോ. ഈ ഒരു പിക്ചറിനെ പറ്റി പറയണമെന്ന് വെച്ചാൽ ഞാൻ വരച്ചതിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു പിക്ചറാണ് ഈ ഒരു പിക്ചർ. അതായത് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമായിരുന്നു ഈ ഒരു പിക്ചർ വരച്ചു കഴിഞ്ഞപ്പോൾ. വരയ്ക്കാൻ എടുത്ത പിക്ചർ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ വരച്ചു വന്നപ്പോൾ വേറൊരു പിക്ചറായി. പിന്നെ കഷ്ടപ്പെട്ട് വരച്ചതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പിക്ചർ ഒന്നും കളയാതെ സൂക്ഷിച്ചു വെച്ചത്. ഇനി അടുത്തത് കുറച്ച് ഓയിൽ പെയിന്റിങ്സ് ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ ഓയിൽ പെയിന്റിങ്സ് ആയിട്ട് വലിയ വശമൊന്നുമില്ല. ഇനി വേണം കുറച്ചൊക്കെ ഓരോന്ന് വരച്ചു പഠിക്കാനായിട്ട്. ഈ ഒരു ഡ്രോയിങ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇതിന്റെ ട്രീ മാത്രം കുറച്ച് ഡാർക്കായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഒരു പരീക്ഷണം നടത്തിയതാണ്, അത് നീ പോളിഷ് വെച്ചിട്ട്. എങ്ങനെയുണ്ട്, വെറൈറ്റി അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. കളർ ആയിട്ടുള്ള പിക്ചർ എന്നൊക്കെ പറയാൻ ഈ 2 പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് ആനിമി ക്യാരക്ടേഴ്സ് ആണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഏത് സീരീസിലുള്ളതാണെന്നൊന്നും എനിക്കറിയില്ല. റാൻഡം ആയിട്ട് കണ്ടപ്പോ അങ്ങനെ നോക്കി വരച്ചതാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. ഈ ഒരു ഡ്രോയിങ് വന്നിട്ട് ഡൂഡിൽ ആർട്ടാണ്. അതായത് ഡൂഡിൽ ആർട്ട് എന്ന് പറയുമ്പോൾ റാൻഡം ആയിട്ടുള്ള കുറെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കൊളാഷ് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് ഡൂഡിൽ ആർട്ട് എന്ന് പറയാ. ഇത് ആക്ച്വലി പെന്നും കൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. ഇതെന്റെ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് ഞാൻ പെൻസിലാണ് വരച്ചു നോക്കിയത്. പിന്നെ ഈ ഒരു ഡ്രോയിങ് ആരാണെന്ന് മനസ്സിലായോ? കുറച്ചു പേർക്കൊക്കെ അറിയുണ്ടാവും. അറിയണവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇതൊരു ആക്ടർ ആണ്. പിന്നെ ഈ ഒരു പിക്ചറിലുള്ള ഒരു പോർട്രേറ്റ് എന്ന് പറയുന്നത് ടൊവിനോ തോമസ് ആണ്. അത് മിക്കവർക്കും അറിയുണ്ടാവുമല്ലോ. ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് പെൻസിൽ ഡ്രോയിങ്സ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഇവിടെ വളരെ കുറവായിരിക്കും. നേരത്തെ കണ്ട ആ ഒരു ഓയിൽ പേസ്റ്റേഴ്സിന്റെ ഡ്രോയിങ്സും പിന്നെ ക്ലോത്ത് പെയിന്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ തന്നെ കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് എന്നൊക്കെ പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത കുറച്ചുള്ള ഡ്രോയിങ്സിനെ പറ്റി പറയണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ 2019 ആ ഒരു സമയത്ത് വരച്ച ഡ്രോയിങ്സ് ആണ്. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ടോവിനോന്റെ കട്ട ഫാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വെക്കേഷനിൽ ടോവിനോന്റെ ഓരോ പിക്ചർ നോക്കി വരയ്ക്കലായിരുന്നു എന്റെ മെയിൻ പണി. പക്ഷെ പണ്ട് ഉണ്ടായിരുന്നിട്ടുള്ള ആ ഒരു ഒബ്സഷനും ക്രേസ് ഒന്നും ഇപ്പൊ വലുതായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇതുപോലത്തെ ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. സംഭവം എന്താന്ന് വെച്ചാൽ ടച്ചൊക്കെ വിട്ടിട്ട് കുറെ ആയല്ലോ. ടോവിനോട് ഓരോ മൂവീസിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്ത് വരയ്ക്കലായിരുന്നു എന്റെ മെയിൻ പരിപാടി. ഇതിന്റെ പേരിൽ വീട്ടിൽ കുറച്ച് ചീത്തയൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ എപ്പോ നോക്കിയാലോ ടൊവിനോ ടൊവിനോ എന്ന് പറഞ്ഞ് നടക്കായിരുന്നു. പക്ഷെ ഇപ്പോഴൊന്നും അത്രയ്ക്കുള്ളൊരു ഈ ഒരു ക്രേസ് ഒന്നും ഇല്ല. അതൊക്കെ ആ ഒരു പ്രായത്തിന്റെ ആ ഒരു ഒബ്സഷൻ എന്നൊക്കെ പറയാം. അത് പറഞ്ഞിട്ട് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, പണ്ടുള്ള ആ ഒരു ക്രേസ് ഒന്നും ഇപ്പില്ല. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഞാൻ വരച്ചിട്ടുള്ള ടൊവിനോന്റെ ഡ്രോയിങ്സിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രോയിങ് ആണ് ഈ ഒരു ഡ്രോയിങ്. ഈ ഒരു പിക്ചർ വരയ്ക്കാൻ തന്നെ ഞാൻ കുറച്ച് അധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ വരച്ചിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ. ഇനി കുറച്ച് ഡ്രോയിങ് ബുക്കിന്റെ പിക്ചേഴ്സും കൂടെ കാണിച്ചു തരാം. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് സമയത്ത് വരച്ചതാണ്. അതായത് സാറ് വരയ്ക്കാൻ പറയുമ്പോൾ വരച്ചിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെയാണ്. ഈ ഒരു ബുക്ക് വന്നിട്ട് എന്റെ 9th സ്റ്റാൻഡേർഡ് ഡ്രോയിങ് ബുക്കാണ്. ആ ഒരു നെയിം സ്ലിപ്പ് കണ്ടപ്പോൾ തന്നെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്റെ പേരും കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ ഒരു ഡ്രോയിങ് ബുക്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പിക്ചർ ഏതാ ചോദിച്ചാൽ ഞാൻ ഈ ഒരു കണ്ണിന്റെ പിക്ചർ ആയിരിക്കും പറയാ. അതാണ് എനിക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്.
അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഡ്രോയിങ്സ് എന്നൊക്കെ പറയാനായിട്ട്. അപ്പൊ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക് യു. ഈ ഒരു ഡ്രോയിങ്സ് ഒക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.